ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ 24/7. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് എസ് എ ടോപ്പിക്സ് ആണ്. എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലേ. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ടോപ്പിക്സ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ യെസ്, ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാമോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന ടോപ്പിക്ക് വരും എന്നുള്ളത്. പക്ഷെ നമുക്കൊരു ഗെസ് എന്നുള്ള രീതിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ? സോ വെൽക്കം ടു ദ സെഷൻ. ആൻഡ് ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ ആദ്യം തന്നെ അഡ 24/7 മലയാളത്തിൻ്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫർദർ ക്വസ്റ്റ്യൻസിനായിട്ട് നിങ്ങൾക്ക് അഡ 24/7 ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, യെസ്, കമോൺ. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റെക്കോർഡ് സെഷനാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റെക്കോർഡ് സെഷനാണ്. ഇത് ലൈവ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്താണേലും ഒരുമിച്ച് തന്നെ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാമായിരുന്നു പോയിന്റ്സ് എല്ലാം. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ഡിസ്കസ് ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കോമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, സോ ആദ്യത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നമുക്ക് ഒരു എസ് എഴുതുന്ന സമയത്ത് നമുക്കൊരു 10-15 പോയിന്റ്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ഡിസ്ക്രിപ്റ്റീവിനകത്ത് നിങ്ങൾ എസ് എ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ കൂടെ വേണ്ടത് 150 വേർഡ്സ് ആണ്. ഓക്കെ, 150 വേർഡ്സ് ആണ് നമുക്ക് ഒരു എസ് എ എന്ന് പറയുന്നത്. 150. ഓക്കെ, 150 വേർഡ്സിൽ നമുക്ക് ഒരു എസ് എ എഴുതണം. ഒന്നല്ല, 2 എസ്സേസ് നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പോയിന്റ്സ് ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് എസ് എ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് നമുക്ക് 150 വേർഡ്സിൽ 2 എസ്സേസ് വേണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട. ഒരു 3-4 പോയിന്റ്സിൻ്റെ മാത്രം ആവശ്യം മതി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇൻട്രൊഡക്ഷനകത്ത് ഒരു 2 to 3 സെൻറ്റൻസസ് കൊടുക്കുക. ബോഡി പാർട്ടിനെ പറ്റിയ ഒരു 3-4 സെൻറ്റൻസസ് ആലോചിക്കുക. ആൻഡ് ഫൈനലി കൺക്ലൂഷനും ഇതുപോലെ ഒരു മാക്സിമം ഒരു 3 സെൻറ്റൻസസ്. ഇത്രയും മതി. ഇത്രയും നിങ്ങൾ സാമ്പിളായിട്ടൊന്ന് എഴുതി നോക്കിക്കേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും 150 വേർഡ്സ് എത്തിയിരിക്കും. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ ഫില്ല് ചെയ്യാം. ഒരു ഇൻട്രോ വേണം, ഒരു ബോഡി വേണം, ആൻഡ് എ കൺക്ലൂഷൻ. ആ ഒരു ലെവലിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് എന്താ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുന്ന പോയിന്റ് എന്തൊക്കെയാണ്? ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് എന്താ? ആദ്യം തന്നിരിക്കുന്ന ടോപ്പിക്കിനെ തന്നെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, സോ വാട്ട് ഡു യു മീൻ ബൈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്? അതൊരു ആവറേജ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ചേഞ്ചസ് ആണ്. ഓക്കെ, ഓവർ ദി എൻറ്റയർ എർത്ത്. ഫുൾ നമ്മുടെ എർത്ത് മൊത്തം കൺസിഡർ ചെയ്യുമ്പോഴത്തെ ആവറേജ് ലോങ് ടേം ചേഞ്ചസ് ആണ്. അതിനെയാണ് നമ്മൾ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, സോ അതിനകത്ത് ദീസ് ഇൻക്ലൂഡ് വാർമിംഗ് ടെമ്പറേച്ചേഴ്സ്, ചേഞ്ച് ഇൻ പ്രസിപ്പിറ്റേഷൻ, ആസ് വെൽ ആസ് എഫക്ട്സ് ഓഫ് എർത്ത്സ് വാർമിംഗ്. ഓക്കെ, അതായത് ലൈക്ക് റൈസിങ് സീ ലെവൽസ്. അപ്പം ഇതൊക്കെയാണ് ഗ്ലോബലി ഉള്ള ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ബോഡിയിലോട്ട് വരുമ്പം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം, ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ഹെൽത്ത് ത്രെറ്റ് ഫേസിങ് ഹ്യൂമാനിറ്റി. ഈ പറയുന്ന ഗ്ലോബൽ ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെ, ക്ലൈമറ്റിക് ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് എഫക്ട്സ് ഹ്യൂമാനിറ്റി. കാരണം ഓൾറെഡി ക്ലൈമറ്റ് ഇമ്പാക്ട്സ് ആർ ഹാർമിങ് ഹെൽത്ത്, അല്ലെ, ത്രൂ എയർ പൊല്യൂഷൻ, ഡിസീസ്, പിന്നെ വെതർ ഇവൻറ്റ്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം, അല്ലെ. പിന്നെ പ്രഷേഴ്സ് ഓൺ മെന്റൽ ഹെൽത്ത്, അതേപോലെ തന്നെ ഇൻക്രീസ്ഡ് ഹങ്കർ, പുവർ ന്യൂട്രീഷൻ, അതും അങ്ങനത്തെ റൂറൽ ഏരിയാസിലൊക്കെ. അപ്പോൾ ഓൾറെഡി ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമുക്ക് ഇങ്ങനെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് എന്താ ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ അറ്റ് എ ഡിഫൈനിങ് മൊമെന്റ്. ഇപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ചെയ്യുന്നത് ഈ പറയുന്ന ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ എഫക്ട്സ് ആണ്. കാരണം ഫ്രം ഷിഫ്റ്റിംഗ് വെതർ പാറ്റേൺസ് that threaten food production to rising sea levels. ഓക്കെ, അപ്പോൾ വെതർ പാറ്റേൺസ് മുതൽ സീ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു, അവിടം വരെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് റിസ്കുകൾ നമുക്കുണ്ട്. സോ ദി ഇമ്പാക്ട്സ് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് ആർ അൺപ്രസിഡൻറ്റഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോസസ് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടാണ് ഈ ഗ്ലോബലി ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത്. അത് നമുക്ക് ബോഡിക്കകത്ത് പറയാവുന്ന ചില പോയിന്റ്സ് ആണ്. മെയിനായിട്ട് നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്.
ഓക്കെ. അപ്പോൾ അറിയാം, അതായത് എർത്ത്സ് അറ്റ്മോസ്ഫിയറിലെ ചില ഗ്യാസസ് ഒക്കെ അവരൊരു ഗ്ലാസ് ആയിട്ട് ഗ്രീൻ ഹൗസിൽ ആക്ട് ചെയ്യും. അപ്പോൾ സണ്ണിൻ്റെ ഹീറ്റ് ട്രാപ്പ് ചെയ്തിട്ട് അവർ തിരിച്ച് സ്പേസിലോട്ട് പോകുന്നത് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിനും വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ഗ്ലോബലി ഉള്ള ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാരണം. ഓക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. പിന്നെന്താ പറയാ, മെയിൻ എഫക്റ്റുകൾ, ഇതുകൊണ്ടുണ്ടാവുന്ന എഫക്റ്റ്. അപ്പോൾ ഒരു കോസ് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഡ്രൗട്ട് വരും അല്ലേ, അതായത് വരൾച്ച വരും. പിന്നെ വൈൽഡ് ഫയർ സീസൺ ആയിരിക്കും. ഓക്കെ, ലോങ് വൈൽഡ് ഫയർ സീസൺ. ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും ഇല്ല, ഈ കാട്ടുതീയൊന്നും ഇല്ല. അങ്ങനത്തെ ഏരിയാസും ഉണ്ട്. ഈ പറയുന്ന ഉത്തരാഖണ്ഡ് പോലത്തെ സ്റ്റേറ്റ്സിലൊക്കെ ഈ എനിക്ക് തോന്നുന്നു ഇപ്പം റീസെൻ്റ് ആയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തത് ഒരു മാർച്ചല്ല, ഏപ്രിൽ മെയ്യിലൊക്കെ ഇതുപോലെ ഫോറസ്റ്റ് ഫയറാണ്. അപ്പം ഇതൊക്കെ കാരണമാണ്, ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണ് ഈ വൈൽഡ് ഫയർ ഇങ്ങനെ അത് കൂടി നിൽക്കുന്നത്, അതിൻ്റെ ഡ്യൂറേഷൻ കൂടുന്നത് അതുകൊണ്ടാണ്. പിന്നെ പ്രസിപ്പിറ്റേഷൻ പാറ്റേൺ ചേഞ്ച് വരും. അതുപോലെ തന്നെ നമ്മുടെ സീസൺസിൻ്റെയൊക്കെ ടൈമൊക്കെ മാറും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ദിവസം മുന്നേ ഒക്കെ ഈ പറയുന്ന കോട്ടയം ഏരിയ അവിടെയൊക്കെ ഉരുളുപൊട്ടി. ശരിക്കും പറഞ്ഞാൽ മെയ് മാസത്തിൽ ഒരിക്കലും അത്രയും വെള്ളം കയറില്ല. നമുക്ക് മഴ പെയ്യുന്ന സാധാരണ ജൂൺ ജൂലൈ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു സീസണിനെ തന്നെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ക്ലൈമറ്റ് ചേഞ്ചസ് അത് ഭയങ്കരമായിട്ടും ഉണ്ട്. അതേപോലെ തന്നെ ഹരിക്കെയിൻസ് ഒക്കെ, കൊടുങ്കാറ്റ്, ഇതെല്ലാം സ്ട്രോങ്ങർ ആവും, ഇൻറ്റൻസ് ആവും. അപ്പം ഇതെല്ലാം ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എഫക്റ്റുകളാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന തുടക്കത്തിൽ നിങ്ങൾ പറയുമ്പോഴത്തേക്കും ഇതെന്താണെന്ന് പറയുക, ഗ്ലോബലി എഫക്റ്റ് ചെയ്യുന്നു, എന്തുകൊണ്ടാണെന്ന് പറയുക, കോസ് പറയുക. അത് ഒരു കോസ് ആവാം, 2 കോസസ് ആവാം. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് പറയാം. എന്നിട്ട് ഇതുകൊണ്ടുണ്ടാവുന്ന എന്തൊക്കെ എഫക്റ്റുകൾ, അത് എങ്ങനെയാണത് ബാധിക്കുന്നത് എഫക്റ്റ് പറയാം. സിവിയർ സ്റ്റോം, ഹോട്ട് ടെമ്പറേച്ചർ, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ എഫക്റ്റുകളായിട്ട് പറയാം. ആൻഡ് ഫൈനലി നമുക്ക് ഇതിനെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ. ഇതിനെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം, ഓക്കെ, ഇന്ന കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് പോസസ് മെനി റിസ്ക് ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഓൾ അതർ ഫോംസ് ഓഫ് ലിവിങ് ബീങ്സ് ഓർ ഓൾ അതർ ഫോംസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. അപ്പം ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ പോസ് റിസ്ക് ടു ലൈഫ് ഓൺ എർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കിതിനെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട മെഷേഴ്സ് എടുക്കാം എന്നുള്ള ഒരു ജനറലൈസിങ് സ്റ്റേറ്റ്മെൻറ്റോടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ദാറ്റ് ഈസ് അബൌട്ട് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം കുറച്ച് പോയിന്റ്സ് അറിയാമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. യെസ്. ഇനി അടുത്ത ടോപ്പിക്ക് നോക്കിക്കേ. അടുത്ത ടോപ്പിക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആൻഡ് സൊസൈറ്റി. ഓക്കെ. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ നമുക്ക് പറയാം, ഈ ടെക്നോളജി, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജീനെ കുറിച്ച് പറയാം, അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി, അതാണ് നമുക്കിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫ്യൂച്ചറിലേക്കും എന്താണ് എന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്പോൾ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതിന് എന്തൊരു ഇൻട്രോ കൊടുക്കാൻ പറ്റും നമുക്ക് പറയാം. സോ ഇൻ ദ റീസെന്റ് ഫ്യൂ ഡെക്കേഡ്സ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഹാസ് ഓൾട്ടേർഡ് എവറി ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് അല്ലേ. എന്നിട്ട് പറയാം, ടെക്നോളജി ഹാസ് പ്ലേഡ് എ ക്രൂഷ്യൽ പാർട്ട് ഇൻ ഡെവലപ്പിംഗ് മോഡേൺ വേൾഡ്. ഫ്രം ഇനിഷ്യലി വേണേൽ പറയാം, ഫ്രം ദ ഡെവലപ്മെന്റ് ഓഫ് വീൽ to the most recent advances in artificial intelligence, അവിടം വരെ നിൽക്കുക. അപ്പം അത്രയും നമുക്കൊരു ഇൻട്രോ പാർട്ടായിട്ട് പറയാം. അപ്പോൾ കഴിഞ്ഞ കുറേ ഡെക്കേഡുകളായിട്ട് തന്നെ ടെക്നോളജിയിൽ ഇതുപോലെ അഡ്വാൻസ്മെന്റ്സ് വരുന്നുണ്ട്. വളരെ ക്രൂഷ്യൽ പാർട്ടാണ് വേൾഡിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് അതാണ് ഉള്ളത്. അപ്പോൾ ടെക്നോളജി ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ, ഒരു വൈറ്റൽ റോളാണ് പ്ലേ ചെയ്തിരിക്കുന്നത് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ വേൾഡ്. അപ്പോൾ അത് എവിടെ തൊട്ട് എവിടെന്നാന്ന് പറയാം, വീല് തൊട്ട് അല്ലെ. ഏറ്റവും ആദ്യം വീലാണ് ഫസ്റ്റ് ഇൻവെന്റ് ചെയ്തത്, വീലാണ്. ആ വീല് മുതൽ ഇന്ന് നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വരെ നിൽക്കുന്നു. അപ്പോൾ അതൊരു ഇൻട്രോ കൊടുത്തിട്ട്
എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പോസിറ്റീവ്സ് വേണമെങ്കിൽ ബോഡിക്കകത്ത് ആദ്യം ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ 1-2 നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും, സൊസൈറ്റിക്ക് വേണ്ടി എന്തെല്ലാം പോസിറ്റീവ്സ് ഇതിനെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിനു മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുന്നവരെ ലൈക്ക് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ our lives have gotten simpler, കുറച്ചുകൂടി സിമ്പിളായി അല്ലേ, more productive and more interconnected as a result of technological advancements. നമ്മുടെ ഇപ്പോൾ forefathers, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ അവരുടെ പേരൻസ് അല്ലേ, ഈ പറയുന്ന ഫോണില്ല, ഫുള്ള് ലെറ്ററിനെ ബേസ് ചെയ്ത് ആ ലെറ്റർ ഏത് കാലത്താണ് എത്തുന്നത് അല്ലേ, ഇന്നത്തെ പോലത്തെ സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൈഫ് സിമ്പിളായി പ്രൊഡക്റ്റീവായി നമുക്ക് കുറച്ചുകൂടി ഇൻ്റർകണക്റ്റഡ് ആവാനായിട്ട് പറ്റി, പരസ്പരം. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് എത്രയോ സ്റ്റുഡൻസിന് ഇതുപോലെ ഓൺലൈനായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ. സോ ഇതെല്ലാം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിൻ്റെ ഒരു റിസൾട്ടാണ്. സോ ടെക്നോളജി ഹാസ് ബ്രോട്ട് അബൌട്ട് മെനി ഗുഡ് ഇംപ്രൂവ്മെൻറ്റ്സ് that have altered the way we connect and the environment, from cell phones to virtual reality. അപ്പോൾ to artificial intelligence. അപ്പോൾ virtual reality, artificial intelligence അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? സെൽ ഫോൺസ് മുതൽ അല്ലേ. സോ അപ്പോൾ കുറച്ച് പോസിറ്റീവ്സ് പറയാം, 1-2 പോസിറ്റീവ്സ് പറഞ്ഞിട്ട്, however technology's effects on society have not always been beneficial. എപ്പോഴും ബെനിഫിറ്റ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഓൾസോ ഹാസ് സം അൺഡിസൈറബിൾ സൈഡ് എഫക്ട്സ്. എന്തൊക്കെയാണ്? നമ്മൾ ഫുൾ ടൈം ടെക്നോളജിയിൽ ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലെ, ടെക്നോളജിക്കൽ ഡിപ്പെൻഡൻസിയാണ്. നമ്മൾ രാവിലെ എണീറ്റ ഫോണാണ്, രാത്രി കിടക്കുന്ന വരെ ഫോണാണ്. അപ്പം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വേറെ. സൈബർ ബുള്ളിങ്, അതേപോലെ തന്നെ നമ്മുടെ പ്രൈവസി ഇൻവേഷനാണ്. സോ ഈ പറയുന്ന ഇൻക്രീസിങ് യൂസ് ഓഫ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ AI ഹാസ് സ്പാർക്ഡ് വറീസ് about the loss of jobs and widening income divide. അപ്പോൾ ഇങ്ങനത്തെ ടെക്നോളജീസ് വന്നു കഴിയുമ്പോൾ ഉള്ള ജോലിയും കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. AI റോബോസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ള ജോലിയും കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. സോ അതനുസരിച്ച് അപ്പോൾ ബോത്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഇതിനകത്ത് ഉണ്ട് അല്ലേ. സോ ഈ പറയുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ എമർജൻസ് കാരണം നമുക്ക് കുറേ കൂടെ ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇതുപോലത്തെ നെഗറ്റീവ്സും ഇതിന് ഉണ്ട് എന്ന് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. എങ്ങനെയുണ്ട്? അതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് കിട്ടിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഏതൊരു ടോപ്പിക്ക് വേണമെങ്കിലും നമുക്ക് പിന്നെ ചിലതുണ്ടല്ലോ നമ്മളിപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാനിപ്പോൾ ഒരു 5 എണ്ണമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 5 എണ്ണം. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും. സത്യം പറഞ്ഞാൽ ഒരു 15 എണ്ണം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വഴിയെ 2-3 പാർട്സ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ എന്ന് വെച്ചാൽ എന്നും ഈ ഡിസ്കഷൻ അല്ല, ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ പോയിന്റ്സ് കിട്ടാനായിട്ട് വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. നമ്മൾ ഒരു ഡിസ്ക്രിപ്റ്റീവിൻ്റെ ബുക്ക് അഡ 24/7 ഒരു ഡിസ്ക്രിപ്റ്റീവിൻ്റെ ബുക്കും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് 300 റുപ്പീസേ ഉള്ളൂ. Y338S, ഓക്കെ, Y338S എന്നുള്ള കൂപ്പോൺ കോഡ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് 300 രൂപയ്ക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. Y338S, ഓക്കെ. ഈ ഒരു കൂപ്പോൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം. നമ്മുടെ സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ ആപ്പിൽ കയറി വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്സ് സെർച്ച് ചെയ്താൽ മതി. അതിനകത്ത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ബുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരുപാട് നിങ്ങൾക്ക്, അതായത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ എല്ലാ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവങ്ങളും നിങ്ങൾക്ക് അതിനകത്തുണ്ട്. ഒന്ന് നോക്കിക്കോ. അതുപോലെ നമ്മുടെ കോഴ്സ് അത് ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഡബിൾ വാലിഡിറ്റി ഓഫറാണ് കേട്ടോ. ഇന്നിപ്പോൾ June 1 ആണ്. ഇന്ന് ഡബിൾ വാലിഡിറ്റി ഓഫർ കിടപ്പുണ്ട്. പുതിയ മന്ത് ആയതുകൊണ്ട് ബുക്സിനല്ല, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാച്ചസിനെല്ലാം ഡബിൾ വാലിഡിറ്റി ഓഫറുണ്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. റോൾ ഓഫ് വിമൻ ഇൻ മോഡേൺ സൊസൈറ്റി. റോൾ ഓഫ് വിമൻ ഇൻ മോഡേൺ സൊസൈറ്റി. ഓക്കെ. ഇന്നത്തെ സൊസൈറ്റിയിലെ വിമൻ്റെ റോൾ എന്താണ്? ഓക്കെ, എന്തായിരിക്കാം? ഇതിപ്പോൾ സത്യം പറഞ്ഞ ഒരു ലൈവ് സെഷൻ ആയിരുന്നെങ്കിൽ നിങ്ങൾക്കും കൂടെ കുറേ പോയിന്റ്സ് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ പറയൂ, എന്തൊക്കെയാണ്? ഇതിപ്പോൾ നിങ്ങൾ റെക്കോർഡഡ് ആയിട്ട് പ്രീമിയർ ആയിട്ടാണ് ഇത് കാണുന്നത്. പക്ഷേ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഒരു എസ്സേനെ റിലേറ്റ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്ത് വേറെ ഇതിനകത്തൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. വേറെ എസ്സേയിൽ നമുക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്?
നമ്മൾ തമാശക്കാണെങ്കിലും പറയാറുണ്ട്, ബിഹൈൻഡ് എവറി മാൻ ദർ ഇസ് എ വുമൺ എന്ന് പറയാറുണ്ട് അല്ലേ. ഇപ്പൊ പല രീതിയിലും അതിനെ ട്രോൾ ചെയ്തും വരാറുണ്ട്. എനിവേസ്, വിതൗട്ട് വിമൻ നത്തിങ് ഇസ് പോസിബിൾ ഫോർ മെൻ അല്ലേ. ദേ ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ദേ മേക്ക് എ ഫാമിലി, ഫാമിലി മേക്ക് എ ഹോം, ഹോം മേക്ക് എ സൊസൈറ്റി, ആൻഡ് അൾട്ടിമേറ്റ്ലി സൊസൈറ്റീസ് മേക്ക് എ കൺട്രി. അപ്പൊ അവിടെ നിന്നാണ് ബിഗിനിങ് എന്ന് പറയുന്നത് അല്ലെ. ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് വിമൻ തന്നെയാണ്. അവരാണ് ഫാമിലി ഉണ്ടാക്കുന്നത്. ഫാമിലി ഒരു വീടുണ്ടാക്കുന്നു. ആ വീട്ടിൽ നിന്നാണ് നമുക്കൊരു സൊസൈറ്റി ഫോം ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഫൈനലി സൊസൈറ്റി ഒരു കൺട്രിയിലോട്ട് പോകുന്നു. സോ ദ കോൺട്രിബ്യൂഷൻ ഓഫ് എ വുമൻ ഇസ് എവ്രിവെയർ. എല്ലായിടത്തും ഉണ്ട് അല്ലെ. ഒരു വുമന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എവ്രിവെയർ, ഫ്രം ടേക്കിംഗ് ബർത്ത് ആൻഡ് ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ടു ദ കെയർ ഫോർ ഹോൾ ലൈഫ് ആൻഡ് അതർ ഏരിയാസ്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ട്. അപ്പോൾ മോഡേൺ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ്, അപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു ഇൻട്രോ കൊടുത്തിട്ട് ബോഡിക്കകത്ത് നമുക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റും. വിമൻ പ്രൊവൈഡ് കെയർ, സപ്പോർട്ട്, ആൻഡ് ദേ നർച്ചർ ദിയർ ഫാമിലീസ് ആൻഡ് ആർ എസെൻഷ്യൽ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ അല്ലേ. വിമൻ ആർ എസെൻഷ്യൽ, ഓർ മദേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. അതേപോലെ തന്നെ ദേ പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, and they often take on leadership roles in community organizations. അതും ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യമാണ്. They are caregivers. They have different roles like caregivers, mothers, leaders, entrepreneurs and activists. അപ്പോൾ ഇങ്ങനെ they play an important role in all aspects of society. They are the pillars of family and community എന്ന് പറയാം. They make significant contributions to the world and continue to break down barriers, and they achieve equality. പിന്നെ പല ഫേമസ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇന്ദിരാഗാന്ധി, മദർ തെരേസ, കൽപ്പന ചൗള അല്ലെ. ഇങ്ങനെ കുറെ എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് റോൾസ് ഉണ്ട്. ആ റോൾസ് മെൻഷൻ ചെയ്ത് അപ്പാർട്ട് ഫ്രം ദീസ് റോൾസ് വിമൻ പ്ലേ എ കീ റോൾ ഇൻ സോഷ്യോ എക്കോണമിക് ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയാം. പിന്നെ ദ ലൈഫ് ഓഫ് വുമൻ ഇസ് വെരി ഹാർഡ്, ബട്ട് ഷീ ഗെറ്റ്സ് നോ അപ്രിസിയേഷൻ ഓർ ലിറ്റിൽ അപ്രിസിയേഷൻ എന്ന് പറയാം അല്ലേ. അത് മാത്രമല്ല, ഇപ്പം സം വിമൻ ദേ ഹാവ് ജോബ്, ഹു ആർ ഇൻ എ ജോബ് have to also fulfill job responsibilities while managing home and family. അപ്പം അങ്ങനത്തെ ഡ്യുവൽ വർക്ക്, ഡ്യുവൽ അല്ല ശരിക്കും പറഞ്ഞാൽ മൾട്ടി ടാലന്റഡ് ആണ് ഓരോ സ്ത്രീയും അല്ലേ. അപ്പം ചിലർ വർക്കും ബാലൻസ് ചെയ്യണം, അതേപോലെ തന്നെ ഫാമിലി ലൈഫും ബാലൻസ് ചെയ്യണം. അപ്പം ഇന്നത്തെ ഒരു മോഡേൺ വുമൺ എന്ന് പറഞ്ഞാൽ, a modern woman is anyone who is living in the present, okay, who questions, who asks, who challenges, who stand up for her rights and for others. അതാണ് ഇന്നത്തെ മോഡേൺ വുമൺ എന്ന് പറയുന്നത്. അതാണ് ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിലെ വുമൺ. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ യെസ്, അപ്പോൾ ആ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെന്താണേലും ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പറയാവുന്ന, ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും. അപ്പോൾ പോസിറ്റീവ്സ് തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാം. യെസ്, അതായത് നമ്മുടെ കോഴ്സസിനെ കുറിച്ചും കാണിച്ചു തരാം. ഇതിപ്പോൾ ഫേക്ക് ലൈവായിട്ട്, അതായത് ലൈവായിട്ട് ഇത് വരാൻ പോകുന്നത് ജൂൺ 1 ഇനി അഥവാ നിങ്ങളിത് കാണുന്നത് ജൂൺ 2 വല്ലതും ആണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഓഫർ പോയിട്ടുണ്ടോ. ഇപ്പം ഞാൻ പറയുന്നത് ജൂൺ 1 ഓഫർ എന്നുള്ള രീതിയിലാണ്. ഇത് കണ്ടോ, നമുക്ക് ഡബിൾ വാലിഡിറ്റി ഉണ്ട്. ഒന്ന് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് 4ാമത്തെ ബാച്ച് കേട്ടോ, 4ാമത്തെ ബാച്ചാണ്. ജസ്റ്റ് ഒരു ക്ലാസ്സേ ആയിട്ടുള്ളൂ ഇംഗ്ലീഷിൻ്റെ. മിനിങ്ങാന്ന് സ്റ്റാർട്ട് ചെയ്താണ്, ഇന്ന് 2ാമത്തെ സെഷനാണ്. അപ്പോൾ ഇനിയും ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ അതിൽ ആദ്യത്തെ ബാച്ച് 29th മെയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. Y338. ഓക്കെ, ബുക്ക് മേടിക്കുമ്പം S എന്നും കൂടെ കൊടുക്കുക. അതല്ല കോഴ്സസ് ആണ് മേടിക്കുന്നതെങ്കിൽ Y338 എന്ന കൂപ്പൺ കോഡ് കൊടുക്കുക. 2 വർഷത്തെ വാലിഡിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഡബിൾ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ പ്ലസ് റേറ്റും കുറച്ചിട്ടുണ്ട്. കണ്ടോ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതെ, ബൈ നൗ കൊടുക്കുക. 50 സീറ്റുകളും മാത്രം ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമുക്ക് 50 സീറ്റ്സ് 50 കൂടെ മാത്രമേ ഉള്ളൂ. Y338 കൊടുക്കുമ്പോൾ കണ്ട റേറ്റ് 2343 ആവും. 2343, അത് 2 വർഷത്തേക്കാണ്. ഓക്കെ, സോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം.
പിന്നെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാത്രം ഒരു ബാച്ച് ഉണ്ട് കേട്ടോ. ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാത്രം, അതായത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ അവസാനം എൻ്റെ ഫോട്ടോ കിടക്കുന്നത് കണ്ടോ, അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4-ാം തീയതി അല്ല, 12-ാം തീയതി ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 12-ാം തീയതിയാണ് ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സമയമുണ്ട്. പക്ഷെ ഇപ്പോൾ മേടിക്കുവാണെങ്കിൽ നമുക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. അതും റേറ്റ് കുറവാണ്. അപ്പോൾ അത് നോക്കുക. പിന്നെ PYQ ബാച്ച്, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് ഫ്രീ ആയിട്ടാണ്, ക്രാക്ക് എന്ന് കൊടുത്താൽ മതി. പിന്നെ ഒന്നിൽ കൂടുതൽ കോഴ്സസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന മെഗാ പാക്ക് മേടിക്കുക. ഓക്കെ, മെഗാ പാക്ക്. അപ്പോൾ 2 വർഷത്തേക്കാണ് ഇത്. ഈ റേറ്റ് കുറയുവേ. Y338 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി, റേറ്റ് കുറയും. അപ്പോൾ ബാങ്കിൻ്റെ ക്ലാസ്സസ്, അല്ലെങ്കിൽ SSCയുടെ ക്ലാസ്സസ്, അല്ലെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ക്ലാസ്സസ്, ഒന്നിൽ കൂടുതൽ ക്ലാസ്സസിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും ഈ പറയുന്ന മെഗാ പാക്ക് മേടിച്ചാൽ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഈ പറയുന്ന 4000 രൂപയല്ല, അതിൽ നിന്ന് 17% ഡിസ്കൗണ്ടും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം 2 വർഷത്തെ വാലിഡിറ്റിയും ഉണ്ട്. ഓക്കെ, സോ ഏതാണോ വേണ്ടത് നിങ്ങളത് പർച്ചേസ് ചെയ്യുക. പിന്നെ ബുക്കും കൂടെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ബുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഡിസ്ക്രിപ്റ്റീവിൻ്റെ നിങ്ങൾക്ക് മേടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ബുക്ക് ഇതുപോലെ തന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ടെസ്റ്റ് സീരീസ് വേണ്ട, അതൊക്കെ കോഴ്സിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഈ ബുക്സ് അല്ല, ഇതാണ് കണ്ടോ, ഇതാണ് നമ്മുടെ ബുക്ക്. ഇപ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് ഇന്നത്തെ ദിവസം ഉണ്ട്. കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞ് കിട്ടും. Y338S കൊടുത്താൽ. ഇതാണ് ഡിസ്ക്രിപ്റ്റീവിൻ്റെ ബുക്ക്. ഇൻഡെക്സ് പേജ് നോക്കിയാൽ മതി എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന്. അതനുസരിച്ച് പ്രാക്ടീസിന് വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ബുക്ക് മേടിക്കാം. ഓക്കെ, അപ്പോൾ യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനോട് നമുക്ക് കാണാം. ഓക്കെ, 4ാമത്തെ നമ്മുടെ എസ്സേ ടോപ്പിക് എന്ന് പറയുന്നത് ചലഞ്ചസ് ഓഫ് urbanization. എന്താ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത്? ചലഞ്ചസ് ഓഫ് urbanization എന്ന് പറഞ്ഞാൽ ചലഞ്ചസ് ഓഫ് urbanization. അപ്പോൾ ബേസിക് ആയിട്ടൊരു 2-3 പോയിന്റ്സ് കിട്ടിയാലും നമുക്ക് സുഖമായിട്ട് നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ urbanization എന്ന് പറയുമ്പോഴത്തേക്കും urban issues can arise from rapid urban growth, അല്ലേ? urban areas. അപ്പോൾ urban growth അനുസരിച്ച് സിറ്റീസിൽ, ടൗൺസിലൊക്കെ ഒരുപാട് ഗ്രോത്ത് വരുന്നുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസ്, ദേ ആർ എക്സ്പീരിയൻസിങ് ഹയർ urban growth ദാൻ ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിനെക്കാളും ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് ഈ പറയുന്ന urban growth കൂടുതലായിട്ട്, കാരണം അവർ വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാണ് ഈ ഒരു ചലഞ്ച് മെയിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് urbanization അല്ലെങ്കിൽ urban growth വരുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉള്ളത്? അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിങ്, ഓക്കെ, പൊല്യൂഷൻ, ഇൻഇക്വാളിറ്റീസ് ഇൻ ആക്സസ് ടു സർവീസസ് ആൻഡ് അമ്യൂണിറ്റീസ്. നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ബാംഗ്ലൂർ പോലെ, അല്ലേ? അപ്പോൾ നമ്മുടെ ഓരോ എന്താ പറയുക, ഓരോ സ്റ്റേറ്റിൽ പോലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹൗസിങ് പ്രോബ്ലംസ് എല്ലായിടത്തും, ഹൗസ് ഇങ്ങനെ നിറഞ്ഞ ബിൽഡിങ്സ് വന്നു കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ ഹൗസിങ് പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പർ ആയിരിക്കില്ല, സ്ലംസിൻ്റെ ഏരിയ കൂടും, ഹെൽത്ത് കണ്ടീഷൻ വളരെ ഡിറ്റോറിയേറ്റ് ചെയ്യും, ഓവർ ക്രൗഡിങ് ആയിരിക്കും, ട്രാഷ് പ്രോബ്ലം, വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നു, ട്രാൻസ്പോർട്ട് ഇഷ്യൂസ് വരുന്നു, സോഷ്യൽ ഇഷ്യൂസ് വരുന്നു, അല്ലേ? എൻവയൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, പൊല്യൂഷൻ, സാനിറ്റേഷൻ പ്രോബ്ലംസ്, വാട്ടർ ഷോർട്ടേജ്, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ആണ് നമുക്ക് വരുന്നത്. കണ്ടോ? അപ്പോൾ ഇൻആഡ്യൂക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം, ലാക്ക് ഓഫ് അഫോർഡബിൾ ഹൗസിംഗ് പിന്നെ കിട്ടത്തില്ല, ഫ്ലഡിങ്, പൊല്യൂഷൻ, സ്ലം ക്രിയേഷൻ, അതേപോലെ പോവർട്ടി കൂടുന്നു, ക്രൈം, ഇതെല്ലാം കൂടുന്നു, അല്ലേ? സോ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി വരുമ്പോഴത്തേക്കും ഇതെല്ലാം വരും. അപ്പോൾ ഇതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ, റൂറൽ ഏരിയാസിൽ നിന്നും കൂടെ ഹെവി റേറ്റ് ഓഫ് മൈഗ്രേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക, ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാനായിട്ടും. അപ്പോൾ urbanization ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ സ്റ്റെപ്സ് നമ്മൾ എടുക്കുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, ഒരെണ്ണം കൂടെ നമുക്ക് പറയാം, എഡ്യൂക്കേഷൻ റിഫോംസ്. ഓക്കെ, എഡ്യൂക്കേഷൻ റിഫോംസ്.
സോ നമ്മുടെ ലാസ്റ്റ് വൺ എഡ്യൂക്കേഷൻ റിഫോംസ്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷനിൽ ഉണ്ടാവുന്ന മെയിൻ റിഫോംസ് എന്തൊക്കെയാണ്? അപ്പോൾ ഈ ഒരിടത്ത് കിട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, നമുക്ക് വേറെ എസ്സേസിലോട്ടും നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷനിൽ വന്നിരിക്കുന്ന റിഫോംസ് എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി, അതായത് NEP എന്ന് പറയും, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നത് തന്നെ 2020-ലാണ്. ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 2020. എന്നിട്ട് 2023-24, അതായത് ഈ അക്കാഡമിക് ഇയറിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലബസ് അപ്ഡേറ്റ്സ്, ഓക്കെ, റീസ്ട്രക്ചറിങ് ഓഫ് ഗ്രേഡ് സിസ്റ്റം, ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ പുതിയതായിട്ടുള്ള അക്കാഡമിക് ഇയറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റീസ്ട്രക്ചറിങ് ഓഫ് ഗ്രേഡ് സിസ്റ്റം, സിലബസ് അപ്ഡേറ്റ്സ്. ബെസ്റ്റ് എക്സാമ്പിൾ, ഇനി മുതൽ ഡിഗ്രി 4 വർഷത്തെ കോഴ്സാണ് അല്ലേ, ഡിഗ്രി 4 വർഷത്തെ കോഴ്സാണ്. അപ്പം അങ്ങനത്തെ ഓരോ റിഫോംസ് വരുന്നുണ്ട്. സോ ഇറ്റ് ഫോക്കസസ് ഓൺ കവറിങ് ദ പിറ്റ് ഫോൾസ് ഓഫ് ദ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആൻഡ് റിമൂവിങ് ദ കോൺസെപ്റ്റ് ഓഫ് റോട്ട് ലേണിംഗ്. അപ്പം എല്ലാം നമ്മളിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ആ സംഭവമൊക്കെ അങ്ങ് മാറുവാണ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് സ്കൂളിംഗ് പീരീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. NEP 2023 ഒരു എക്സ്റ്റെൻഡഡ് സ്കൂളിംഗ് പീരീഡ് ആണ്. അതായത് ഫ്രം എന്താണ് ഏജസ് 3 to 18. ഓക്കെ, കരിക്കുലർ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നേറ്റീവ് ലാംഗ്വേജിന് എംഫസിസ് കൊടുത്തിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ്, അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രീസ് വന്നിട്ടുണ്ട്. പിന്നെ സ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് യൂണിവേഴ്സൽ ആക്സസ് ആണ്. ഓക്കെ, പിന്നെ ഫൗണ്ടേഷണൽ ലിറ്ററസി, ന്യൂമറസി, ഇതെല്ലാം ഈ പറയുന്ന പുതിയ നമ്മുടെ എഡ്യൂക്കേഷൻ റിഫോംസ് ആണ്. ഈ NEPയുടെ പുതിയ റിഫോംസ് ആണ്, പുതിയ പുതിയ ചേഞ്ചസ് ആണ്. സോ എ മാസീവ് ട്രാൻസ്ഫോർമേഷൻ ഇൻ എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യൻ കൾച്ചറിൽ തന്നെ റൂട്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്, എന്നാൽ നമുക്ക് ഇക്വിറ്റബിൾ ആയിട്ടുള്ള വൈബ്രന്റ് നോളജ് കൊണ്ടുവരാവുന്ന, അതേപോലെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഈ പറയുന്ന NEP. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു കമ്മിറ്റി തന്നെയാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഫോം ചെയ്തൊരു കമ്മിറ്റിയാണ്. അതിനെ ചെയർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ K. കസ്തൂരിരംഗൻ ആണ്. അപ്പോൾ അതാണ്, പുള്ളിയാണ് ഈ NEPയുടെ മെയിൻ സംഭവം. അപ്പോൾ യെസ്, അപ്പോൾ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ ചേഞ്ചസ് ഒക്കെയാണ് ശരിക്കും നമുക്ക് വേണ്ടത്. പല പല എഡ്യൂക്കേഷൻ സ്ട്രീംസ്, വെറൈറ്റി ഇൻ എഡ്യൂക്കേഷൻ സ്ട്രീംസ് ആണ്. അതായത് പണ്ട് നമുക്ക് ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ എന്ന് മാത്രമായിരുന്നെങ്കിൽ അതിലേക്കൊക്കെ കുറെ കൂടെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. വെറൈറ്റി ഇൻ എഡ്യൂക്കേഷൻ സ്ട്രീംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം റെസ്പെക്ട് ഫോർ ഓൾ സ്ട്രീംസ്, ഏത് ജോലിയാണെങ്കിലും അതിനോടുള്ള റെസ്പെക്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ടു പ്രൊമോട്ട് യൂണിവേഴ്സൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ അക്രോസ് ഓൾ ലെവൽസ് ഓഫ് സ്കൂളിംഗ്. ഓക്കെ, അത് ഏർലി ചൈൽഡ് കെയർ തൊട്ട്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ തൊട്ട് പിന്നെ അതിൻ്റെ അടുത്ത ലെവലിലോട്ട് ഫൗണ്ടേഷൻ ലിറ്ററസി, ന്യൂമറസി, അതിലേക്കൊക്കെ അങ്ങനെ പോകും. പിന്നെ ഈവൻ ഡ്രോപ്പ് ഔട്ട്സിനെ പോലും കണ്ടിന്യൂ ചെയ്യിക്കുന്ന രീതിയിലുള്ള റിഫോംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, കാരണം ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പം അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ഒരുപാട് എഡ്യൂക്കേഷൻ റിഫോംസ് അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ എഡ്യൂക്കേഷനെ മാറ്റി മറിക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി. ഓക്കെ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അതാണ് NEP. ഓക്കെ, അപ്പോൾ ഈ മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ്. അപ്പോൾ നല്ലതിലേക്ക്, ഒരു നല്ല ഇന്ത്യയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ റിഫോംസിന്റെ തന്നെ ഫാദറായിട്ട് നമുക്ക് പറയാവുന്ന രാജാറാം മോഹൻ റോയ് ആണ്. അപ്പൊ പുള്ളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി വെച്ചത്. അതാ ഇപ്പോൾ ഇവിടം വരെ വന്ന് നിൽക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ എന്താണേലും ഈ പറയുന്ന ഒരുപാട് ഓൾഡ് സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾ, ഓൾഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പ്രോബ്ലംസിനെ എല്ലാത്തിനെയും സോൾവ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു 5 ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു.
ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ബാക്കി ടോപ്പിക്സും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് എല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ 5 മതി. ബാക്കി നമുക്ക് മറ്റു ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നുന്ന പോയിന്റ്സ് എന്തെങ്കിലും, അതായത് ഇതിൽ തന്നെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു എസ്സേ ടോപ്പിക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ ഇന്ന് 1-ാം തീയതി ഇപ്പോൾ ഡബിൾ വാലിഡിറ്റിയുടെ ഓഫർ എല്ലാ കോഴ്സസിനും ഉണ്ട്. അതേപോലെ എല്ലാത്തിനും റേറ്റ് കുറച്ചിട്ടും ഉണ്ട്. അപ്പോൾ പുതിയ മന്താണ്, പുതിയ ഹോപ്പോട് കൂടി പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് ബൈ ഫോർ നൗ. ബൈ.